അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കരുതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേൾക്കുന്നുണ്ട്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്ത് ഫാത്തിഹ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആരെങ്കിലും ഒരാൾ സൂറത്ത് ഫാത്തിഹ ഒന്ന് പാടിക്കോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഓക്കെ, അഷ്റഫ് സാഹിബ് കുഴപ്പമില്ലാണ്ട് പാരായണം ചെയ്തിട്ട് ചില ഭാഗങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാ നമുക്കത് റെഡിയാക്കി എടുക്കണം. ഇൻഷാ അല്ലാ. ചില ഹർഫുകളാണ് കാര്യമായിട്ട്, ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. നമുക്ക് മുഴുവന് കുറച്ച് പാരായണത്തിന് ഒരു സെഷൻ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് അത് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 17, 18, 19 ഹാലുകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ 17, 18, 19 എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം ഒന്ന് പിറകോട്ട് ചിന്തിച്ചാൽ മതി. 7, 8, 9 എന്തായിരുന്നു? 7, 8, 9 ഹാലുകൾ ഓർമ്മ ഉണ്ടോ? ഏഴും എട്ടും ഒൻപതും ഹാലുകൾ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സിമ്പിളാണ്. എന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷദ്ദയാണോ തൻവീനാണോ? അതെ, തൻവീൻ ബിൽ ഫത്ഹ. അതെ, അതാണ് 7, 8, 9. തൻവീൻ ബിൽ ഫത്ഹയും തൻവീൻ ബിൽ കസ്റയും തൻവീൻ ബിൽ ദമ്മ. ഇപ്പൊ നമ്മള് 17, 18, 19. സോറി ടു ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ. കുഴപ്പമില്ല. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാൻ കുറച്ച് ധൃതിയിലാണല്ലോ. അല്ല, നമുക്ക് കുറച്ച് കൂടുതൽ റിവിഷനും കൂടി അങ്ങോട്ട് പോകാൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ഓതാൻ ഒരുപാടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് 2 പോർഷൻ അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു പോയി. ഓക്കെ, നമുക്ക് എടുക്കാത് ഒക്കെ ടച്ച് ചെയ്യും. ഇനി റിവിഷനിൽ എടുക്കാത്ത ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും പോവാ. ഇനി എത്ര ക്ലാസ് നമുക്ക് ബാക്കി ഉണ്ടാവും? പരീക്ഷന്റെ ഡേറ്റ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജൂൺ 15-ാം തീയതി. ജൂൺ 15. അപ്പൊ ഇന്ന് 15-ആണ്. കറക്റ്റ് ഒരു മാസം. ഞായറാഴ്ചൻ്റെ അന്ന് രാവിലെ നമ്മൾക്ക് പിന്നെ നാട്ടില് 9:30 മണിക്കായിരിക്കും, ഇവിടെ 7 മണിക്ക്. 7, 8 അല്ല 7 മണി അല്ലല്ലേ, 7:30. നാട്ടിലെ 9, 9:30 മണിക്ക്. അപ്പൊ ഇവിടെ 8 മണി അല്ലേ? 8 മണി. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനത് പിന്നെ അവസാനം പറയാന്ന് വിചാരിച്ചു, ഇനി ആളുകൾ വരാൻ. അപ്പോ അങ്ങനെയാണ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആർക്കും പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. രാവിലെ തന്നെ അല്ലേ, ഒരു 8 മണിക്ക്. അല്ല, ഇത് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പരീക്ഷയിൽ എങ്ങനെ എത്ര മണിക്കൂർ, എത്ര ക്വസ്റ്റ്യൻസ്, എങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? അറൗണ്ട് 100 മാർക്കിനുള്ള ചോദ്യമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കുറച്ച് കുറയും. ടോട്ടൽ മാർക്ക് 100ആണ്. അത് സിമ്പിളാണ്. അത് വിട്ട ഭാഗം പൂരിപ്പിക്കുക, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, ചേരുംപടി ചേർക്കുക, ഇങ്ങനെയുള്ള പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ. നമുക്ക് ഈ റിവിഷനിൽ നമുക്ക് ക്വസ്റ്റ്യനും കാണാം.
റിവിഷന് നടക്കുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരും. വളരെ സിമ്പിളാണ്. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബേജാറും ആവേണ്ട ആവശ്യമില്ല, എളുപ്പമാണ്. ഇപ്പോൾ 17ാമത്തെ ഹാൽ എന്താന്ന് എഴുതാൻ ചോദ്യം ഉണ്ടാവും, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 17ാമത്തെ ഹാല് ഏതാണ്? അത് നിങ്ങൾക്ക് പിന്നെ അറബിയിൽ എഴുതാൻ അറിയില്ലേ, 17ാമത്തെ ഹാല് ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹയാണ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ അത്രക്കും സിമ്പിളാന്ന് പറയാം. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. നമ്മൾ പഠിപ്പിച്ചത് മൾട്ടിപ്പിൾ ചോയ്സ് ആണോ അതോ? മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതുണ്ട്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ അതിന്റെ ആൻസർ തരും. അത് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. പിന്നെ അല്ല, ഈ പദ്യങ്ങളൊക്കെ കാണാപ്പാഠം പഠിക്കണം എന്ന് പറയുമ്പോഴാണ്. പദ്യം ഉണ്ടാവും, പദ്യം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടാവും. അതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. പദ്യം നിങ്ങൾക്ക് തന്ന പദ്യങ്ങള് അത് വാലും തലയൊക്കെ വെട്ടിക്കാളും നിങ്ങൾ ഫില്ല് ചെയ്യുക. അത് നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്, ആ ഓതുമ്പോ തന്നെ അത് അങ്ങോട്ട് കിട്ടും. അത് വിഷയമുള്ള കാര്യം. പദ്യം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അറബിയിൽ. പദ്യം മലയാളത്തിൽ നിങ്ങൾക്ക് അത്രയ്ക്കും കഴിയില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളെ, നമ്മളത് പരിഗണിക്കും. നിങ്ങളെ ചെറിയ കുട്ടികളല്ലല്ലോ, അപ്പൊ ആ ഒരു പരിഗണന എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതിനെപ്പറ്റി അല്ല, അപ്പൊ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ ലൈവ് ആയിരിക്കും. ഇതേപോലെ ഗൂഗിൾ മീറ്റ് ആണ്, അതായത് ഓൺലൈനാർക്ക് കിട്ടും. ഓൺലൈനാർക്ക് ഓഫ്ലൈൻ പിന്നെ അവിടെ ക്ലാസ്. അല്ല, അപ്പൊ ഇത് പരീക്ഷ എന്ന് പറയാ നമ്മള് ആൻസർ എഴുതല്ലേ? എഴുതാണ്. എന്നിട്ട് എഴുതിയിട്ട് അയച്ചു കൊടുക്കണം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് PDF ആയിട്ട് തരും. അതിനുശേഷം നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് തരുന്ന വാട്സാപ്പിൽ ഗൂഗിൾ മീറ്റിൽ തരും. ഗൂഗിൾ മീറ്റ് അല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇതിന്റെ PDF അയച്ചു തരും. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ നിങ്ങളുടെ പേപ്പറിലേക്ക് പകർത്തിയിട്ട് എന്ത് ചെയ്യാ, അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യാ, സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ പിന്നെ നോക്കി എഴുതൂലേ? നോക്കി എഴുതൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തമ്മിലുള്ള ഒരു അമാനത്താണ്. ഇത് ലൈവ് ആയിരിക്കും. നിങ്ങളിപ്പം എനിക്ക് കാണുന്നില്ല നിങ്ങളെ, പക്ഷെ പരീക്ഷൻ്റെ അന്ന് നിങ്ങൾ എല്ലാവരും ക്യാമറ ഓൺ ആയിരിക്കണം. നിങ്ങൾ പരീക്ഷ എഴുതുന്നത് എനിക്ക് കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങളെ ഗൂഗിൾ മീറ്റിന്റെ ഫോണ് പ്ലേസ് ചെയ്യേണ്ടത്. എനിക്ക് കാണാൻ നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. എണീച്ച് പോവാനോ ക്യാമറ ഓഫ് ആക്കാനോ ഒന്നും പാടില്ല. പരീക്ഷ 2 മണിക്കൂർ. 2 മണിക്കൂർ. എന്നാണ്? 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക്. ഓൺലൈനാർക്ക് 8 മണിക്ക്, ഓഫ്ലൈനാർക്ക് അല്ല ഓൺലൈൻ സോറി കേട്ടോ, നാട്ടിലുള്ള ആൾക്കാർക്ക് 9:30 മണിക്ക്, പിന്നെ UAE-ലുള്ള ആളുകൾക്കാണ് ഞാൻ 8 മണി എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ജൂൺ 15 ഇൻഷാ അല്ലാ, ഞായറാഴ്ച രാവിലെ. എഴുതാനൊക്കെ ഉണ്ടാവോ? പിന്നെ തഹജ്ജുദിലെ നമ്മളെ കാര്യമായിട്ടുള്ള ഇത് അതൊന്നും നിങ്ങൾ പേടിക്കാനില്ല. അന്നൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് അതൊക്കെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ പ്രയാസപ്പെടുന്നതൊന്നും ഉണ്ടാവില്ല. ഹംസത്തുൽ വസ്ലും തസ്കുത്ത് വസ്ലും ഒക്കെ എന്നെ നല്ല ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ 17, 18, 19 ഷദ്ദ തൻവീൻ ബിൽ ഈ നമ്മളെ ഈ ഹാല് പറഞ്ഞ പുസ്തകം നമ്മൾ ചില ഭാഗത്ത് ഈ നമ്പറുകൾ അതേമാതിരി പറഞ്ഞിട്ടുണ്ട്, ചിലത് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം എടുത്തിട്ടില്ലേ? അല്ല, എല്ലാം എടുത്തിരിക്കുന്നത്, പക്ഷെ ചിലപ്പോ ഹാൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന എനിക്കൊരു സംശയമുണ്ട്. ഒരു പെർട്ടിക്കുലർ ഹാൽ ഏതാന്ന് ചോദിച്ചാൽ ഇപ്പൊ 1, 2, 3, 4, 5 ഒക്കെ നമുക്കറിയാം. 1, 2, 3, 9 വരെ അറിയെങ്കിൽ 10 സുക്കൂന്, 11 മുതൽ 19 വരെ ഷദ്ദ കൂട്ടി കൊടുത്താൽ മതി. ഖലാസ്. ഷദ്ദ ഫത്ഹ, ഷദ്ദ കിസ്ര, ഷദ്ദ ലൊമ്മ. 11, 12, 13. ഷദ്ദ ഫത്ഹ അലിഫ് മദ്, ഷദ്ദ കിസ്ര യാ മദ്, ഷദ്ദ ലൊമ്മ വാ മദ്. അതിന്റെ ഒരു ടേബിൾ വല്ലതും കിട്ടുമോ? തരാൻ പറ്റുമോ? അതൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് തന്നെ തരുമല്ലോ, ഇതിലുണ്ടാവും അതൊക്കെ. അത് അങ്ങനെ ഹാല് മാത്രമായിട്ട് വേണം ചെയ്യും. പിന്നെ മൊത്തത്തില് നമ്മൾ ഈ മൊത്തത്തില് വന്ന PDF-കളുടെ ഒരു കളക്ഷൻ ഉണ്ടോ? ഞാൻ തരാം. അതിന്റെ എല്ലാം കൂടി ഉള്ള ഫയൽ ഉണ്ടോ? മൊത്തത്തിൽ ഒരു ഫയലാക്കി തരാം. മൊത്തത്തിൽ ഫയൽ കിട്ടിയാൽ അതാണല്ലോ നമ്മൾ പഠിച്ച PDF-കൾ. അതെ, ഞാൻ തരാം. 17, 18, 19 പഠിച്ചിട്ടില്ലല്ലോ. അതാണ് ഇപ്പൊ പഠിക്കുന്നത്.
17 അത് ശരി 19 ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ, ആ ഷദ്ദ തൻവീൻ ബിൽ കസ്റ, ആ ഷദ്ദ തൻവീൻ ബിൽ ദമ്മ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. നിങ്ങളാണ് ഇത് പഠിച്ചിക്കണല്ലോ. ഇത് പഠിച്ചിക്കണ്. ഇത് ഇതല്ലേ ഇപ്പൊ ഏ 14 15 16 ഷദ്ദ ഫത്ഹ അലിഫ് മദ്ദ ആ അത് തെൻവീൻ അതുവരെ അത് പഠിച്ചത്. പഠിച്ചിട്ടില്ല. ആ ആ ഇനി 17 18 19 എടുക്കാനുള്ളത്. മറ്റേത് വരെ പഠിച്ചു ആ കഴിഞ്ഞതാണ്. ആ ആ ഓക്കെ ഓക്കെ ഷദ്ദന്റെ തെൻവീനാ. ഷദ്ദ തൻവീൻ ബിൽ ഫത്ത. അപ്പൊ നമ്മൾ നോക്കുക, ഹുബൻ എന്ന് കാണുന്നിടത്താണ് ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ത, ഹുബൻ. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഓരോരുത്തർ ഊഴം വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. ഈ ആയത്ത് പാരായണം ചെയ്യുക. ഒരാൾ, ഞാൻ പേര് വിളിക്കുന്നൊന്നുമില്ല, ഒരാള് പിന്നെ ഓതിയാൽ മതി. ഒരാൾ പെട്ടെന്ന് ആയിക്കോട്ടെ, സമയമില്ല. ഒരാള് മൈക്ക് ഓൺ ചെയ്യുക, പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال نسبة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. ഓക്കെ, മാഷാ അല്ലാഹ്. ഇത് അതിന്റെ തഹജിയാണ്. ഹുബ്ബ എന്നുള്ളടത്ത് ബ ഷദ്ദ വ ഫത്ഹ അലിഫ് മദ് ഇവൻ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ഹുബ്ബ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ റഷീദ് സാഹിബ്, ഹുബ്ബ ഞാൻ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് തഹജ് ചെയ്യുക? قد شغفها حبا إنا لنراها في ضلال مبين. അങ്ങനെയാണെങ്കിൽ ഹുബ്ബൻ ഈ എന്നുള്ളത് എങ്ങനെയായിരിക്കും തഹജ്ജ് ചെയ്യുക? നിർത്താതെ പോകുമ്പോ നിർത്താതെ പോവാണെങ്കിൽ ബാ മുതലുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ആ ഭാഗം മാത്രം പറഞ്ഞാൽ മതി. ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹയാണ് അവിടെ, അല്ലേ? ഹുബ്ബൻ. അല്ല, പക്ഷെ ഞാൻ കൂട്ടി ഓതല്ലേ. കൂട്ടി ഓതുമ്പോ എന്താ വരിക? കസ്റ ആവൂലല്ലോ. തൻവീൻ ബിൽ ഫത്ഹ തൻവീൻ ബിൽ ഫത്ഹ ആണ്. അല്ല, ഖദ് ശഅഫഹ ഹുബ്ബൻ ഹുബ്ബനിൻ കൂട്ടി ഓതണ്ടേ? കൂട്ടി ഓതണം. ഹുബ്ബൻ എന്നുള്ളത് നിങ്ങൾ മറ്റേലൊക്കെ ഒന്ന് കണക്കൂട്ടൽ കൂട്ടി കൊണ്ടോണ്ട. ഇത് കഴിഞ്ഞ ആഴ്ച പഠിച്ച ഹദഫ് തഹരീക്കിലേക്ക് ഒന്ന് കൊണ്ടോണ്ടത്. ഞാൻ അതൊക്കെ കൊണ്ടോണ്ട ആവശ്യമില്ല. കാരണം അവിടെ കൊണ്ടുപോകാനുള്ള ഒരു സാധനം ഇതിലില്ല. ഹംസത്ത് വസ്ൽ വരണ്ടേ? ഇവിടെ ഹംസത്ത് വസ്ൽ ഇല്ലല്ലോ. ഹംസത്തുൽ ഖത്ത ആണ്. ഹുബ്ബൻ കഴിഞ്ഞിട്ട് ഹംസത്തുൽ ഖത്ത ആണ് ഉള്ളത്. അപ്പൊ അവിടെ നമ്മള് കസ്റ ചെയ്യാനോ മറ്റേതാക്കാനോ ഒന്നും പോണ്ട. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ പറഞ്ഞാൽ മതി അവിടെ. അതെ. അപ്പൊ തൻവീൻ ബിൽ ഫത്ഹ ബിശദ്ദ, അലിഫ് ഹംസ അങ്ങനെ കസ്റ. അവിടെ ഒരു റൂള് വരുന്നുണ്ട്. ഹുബ്ബൻ ഇ ബ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ, അല്ലേ? ഹുബ്ബൻ, അതായത് തൻവീൻ ബിൻ ഫത്ഹയ്ക്ക് ശേഷം ഹംസ വന്നതുകൊണ്ട് ആ നൂൻ എന്താണ്? ഇൽഹാർ ചെയ്യണം, അല്ലേ? ഹുബ്ബൻ തൻവീൻ ബിൻ ഫത്ഹ നൂനു സാക്കിന തൻവീന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. തൻവീൻ ബിൻ ഫത്ഹയ്ക്ക് ശേഷം ഓക്കെ അവിടെ ഹൽക്കിന്റെ അക്ഷരം വന്നു. കസ്റല്ല, ഹൽക്കിന്റെ അക്ഷരം ഇൽഹാറാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടേണ്ടത് ഷദ്ദയും കൂടി കൂട്ടണം. ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ ഖബ്ലൽ ഹംസിൽ മക്സൂറ ഹുബ്ബൻ ഇ. ഹുബ്ബൻ. അപ്പൊ അവിടെ അലിഫ് ഹംസ കസ്റ മുൽഹറ അല്ലേ? അല്ല, ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ ഖബ്ലൽ. ആ തൻവീൻ ബിൽ ഫത്ഹ ഇൽഹാറാവാൻ കാരണം ശേഷം ആര് വന്നതാണ്? ഹംസ വന്നതാണ്. അവിടെ ഹംസ വന്നതാണ്. അതെ. കൺഫ്യൂഷൻ എന്തെങ്കിലും? ഇല്ല. അപ്പൊ ഷദ്ദ ഫത്ഹ തൻവീൻ, ബ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ
ബാ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ മുൽഹറ ഖബലൽ ഖബല ഹംസ ഖബലൽ ഹംസിൽ മക്സൂറ ഖബല ഹംസിൻ മക്സൂറ. ആ, പിന്നെ ഹുബ്ബൻ. അലിഫ് ഹംസ പിന്നെ കസ്റ. പിന്നെ അലിഫ് ഹംസ പറയണ്ടല്ലോ, നമ്മൾ അവിടെ അത് പറഞ്ഞില്ലേ. അല്ല, അത് കൂട്ടി ഒരുമിച്ച് പറയണ്ടേ തഹജി? തഹജ് ഇത്രേ ഉള്ളൂ. ബാ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുൽഹറ ഖബലൽ ഹംസിൽ മക്സൂറ ഹുബ്ബൻ ഇ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചതിനെ ഇതിലേക്ക് ഷദ്ദിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ പറയിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെ ഒരു ഷദ്ദ് വന്നിട്ടുണ്ട്, അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. ഞാനിവിടെ തഹജി തന്നത് അവിടെ വഖഫ് ചെയ്യാനുള്ളെങ്കിൽ അല്ല ഉസ്താദ്, അപ്പൊ ഞാനിപ്പോ നേരത്തെ വന്ന എനിക്കുണ്ടായ കൺഫ്യൂഷൻ, ഈ ഹംസത്ത് വസ്ൽ വരുമ്പോഴേ മാത്രമേ ഈ തൻവീന് ഡ്രോപ്പ് ആവുള്ളൂ അല്ലേ? അതെ, അവിടെ പിന്നെ ഹദഫ് ചെയ്യലും, അതായത് കെസ്ര നൽകലും പിന്നെ കളയലും ഒക്കെ ശേഷം ഹംസത്തുൽ വസ്ൽ വന്നു കഴിഞ്ഞാലാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയം ക്ലിയർ ചെയ്യാം. ആ പോർഷനൊക്കെ നമുക്ക് റിവിഷനിൽ വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോ പിന്നെ അടുത്തത് വേറൊരാൾ പാരായണം ചെയ്തോളൂ. ഇതിൽ കുറേ ഉണ്ട് സംഭവം. അടുത്ത ആള് പാരായണം ചെയ്യൂ, പെട്ടെന്ന് ആയിക്കോട്ടെ, കാരണം ഒരുപാട് ഇത് ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷനിലേക്ക് പോകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അങ്ങനെ പാരായണം ചെയ്യാൻ പറ്റുമോ? ഹുബ്ബൻ ജമ്മാ. ഹുബ്ബൻ ആവണ്ട, ഹുബ്ബൻ ജമ്മാ. ജമ്മാന്ന് മതിയോ? മീമിന് എന്തോ പ്രത്യേകത ഉണ്ടോ? ഇല്ലേ? മീമ് മണിക്കണോ? ജമ്മാ. അങ്ങനെ മണിച്ചാ മതിയോ? ഹുബ്ബൻ ജമ്മാ. ഹുബ്ബൻ ജമ്മാ ജമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അങ്ങനെ ആവുമ്പോ അത് ഫുള്ളാവുള്ളൂ. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്കാ. മാറ്റിയോതണം. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്കാ. എന്താ ഒരു പ്രയാസം പോലെ? കല്ലാ ഇദാ ദുക്കത്തിൽ അർദു. തെറ്റല്ല അത് അങ്ങനെ ഓതുന്നു. ദുക്കത്തിൽ അർദു, അവിടെ ഒരു ശബ്ദ വരുന്നുണ്ട്. ഒന്നുകൂടി കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്കാ. ഇപ്പോഴും ആ ശബ്ദ വരുന്നുണ്ട്. ദുഃഖത്തിൽ അർലു എന്ന് പറയാതെ ദുഃഖത്തിൽ ക്ലിയർ ആയിരിക്കണം കേട്ടോ. ദുഃഖത്തിൽ അർലു. അതിങ്ങനെ ക്ലിയർ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. എന്താ പറയുക, നൂന് ഇൽഹാറായി കാണുന്നുണ്ട്. ഇപ്പൊ ഹുബ്ബൻ ജമ്മ എന്നുള്ളത് പിന്നെ നമ്മൾ ഹുബ്ബൻ ജീമ് വരികയാണെങ്കിൽ എങ്ങനെ തഹജ് ചെയ്യാ? ജീമ് വന്നാല് തഹജ് ചെയ്താൽ മതി. നിങ്ങൾ തഹജ് ചെയ്തോളൂ, അത് മൊത്തത്തിൽ തഹജ് ചെയ്തോളൂ. ശദ്ദ തൻവീൻ ബിൽ ഫത്ഹ ജീമ് ഇൽഹാർ. ജീമ് ഇൽഹാറാണോ? അതാ വായിച്ചോളൂ. ബാ ശദ്ദ തൻവീൻ ബിൽ ഫത്ഹ ജീമിൽ മഫ്തൂഹ ബിഉന്ന ഹർകതൈൻ. ഓക്കേ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. റെഡി അല്ലേ? എന്തോ കൺഫ്യൂഷൻ ഉണ്ടോ?
ഇഖ്ഫാ ആണ് അവിടെ അല്ലേ? ആ തെൻവീൻ ബിൻ ഫത്ഹക്ക് ശേഷം തെൻവീനിന് ശേഷം നൂനു സാക്കിയ തെൻവീനിന് ശേഷം ജീമ് വന്നാൽ ഇഖ്ഫ ആണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ ഹുബ്ബ. ഇനി അടുത്തത് മീമിന്റെ ഒന്ന് തഹ ചെയ്യൂ. മീം എന്താ അങ്ങനെ പറയാ? മീം മീം ശദ്ദ ഫത്ഹ മദ് ഇവള് മീം ഷദ്ദ ഫത്ഹ എന്നാണോ പറയാ? ശദ്ദ തൻവീൻ ബിൽ ഫത്ഹ. മീം ഹർഫ് തൻവീൻ ഗുന്ന മുഷദ്ദദ ബിൽ മീം ഫത്ഹ. മീം ഹർഫ് ഗുന്ന മുസദ്ദദ ബിൽ ഫത്ഹ. അലിഫ് മദ് ഇവദ് ഇവള് ഇൻദൽ വഖഫ്. ഹർക്കത്താൻ അല്ല ഹർക്കത്തൈൻ ഇൻദൽ വഖഫ്. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താ അടുത്ത വരുമ്പോ അടുത്തേല് നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്തൊരാള് പാരായണം ചെയ്യൂ ഇത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. വഖാല സ്വവാബ സ്വാദ് ലാ യതകല്ലമൂന. അവിടെ എന്തോ ഒരു പ്രശ്നം വന്നു. ലാ യതകല്ലമൂന ഒന്നും കൂടി ഓതി. لا يتكلمون നിർത്താൻ തോതി നോക്കി. ലാ യതകല്ലമൂന. لا يتكلمون പോട്ടാണ്ട്. لا يتكلمون إلا من أذن له الرحمن وقال صوابا. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണ് സൊഫ എന്നുള്ളത് തെഹജ് ചെയ്യാൻ പോയോ? സൊഫ വേണ്ട, ഫാ മാത്രം. വഖഫ് ചെയ്യുമ്പോ എന്തായിരിക്കും എന്നുള്ള ഓർമ്മ ഉണ്ടോ? ഇല്ലേ ഞാൻ കാണിച്ചു തരാം, പ്രയാസാവെങ്കിൽ നോക്കി വായിച്ചാൽ മതി. فا شدة وتنوين بالكسرة عند الوقفة. ഫ ഷദ്ദ വ فتحة അലിഫ് ألف മദ്. مد إبل حركتان عند الوقف. ഓക്കെ, അത് നമ്മള് സൊഫ സൊഫ എന്നാണല്ലോ, മദ് ഇവളായിട്ടാണ് വഖഫ് ചെയ്യുന്നത്. അതിന് വഖഫ് ചെയ്യാണ്ട് തെഹജ്ജുദ് ചെയ്യാൻ പ്രയാസാവോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. നമ്മള് അവിടെ വഖഫ് ചെയ്യുന്നില്ല. വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന എന്ന് പോവാണെങ്കിൽ ഫ ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ മുദ്ഗമ ഫിൽ ലാമിൽ മഫ്തൂഹ ബിഗൈരി ഉന്ന അലിഫ് മദ് തൊബി ഹർക്കത്താൻ എന്നാണ് വരിക കേട്ടോ. إن شاء الله. എല്ലാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളത് ചേർത്ത് പറയുമ്പോ ഇദ്ഗാമിന്റെ റൂൾസ് അവിടെ വരുന്നുണ്ട്, അത് പറഞ്ഞാൽ മതി. ഓക്കെ, أوكي. ശുക്രൻ, ജസാക്കല്ലാ. അടുത്തൊരാള് ഇതാ ഈ ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കൂ. ഞാൻ ഓതാം. ഓ, أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق علبا وفاكهة وأبا. വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാ. ഇതില് സൊബ്ബ, ഹബ്ബ, അതേപോലെ വ അബ്ബ, ഇതിലേതെങ്കിലും ഒരു ബാ നിങ്ങൾ വഖഫ് ചെയ്തിട്ടൊന്ന് തെഹജ് ചെയ്യൂ. ഏതെങ്കിലും ഒരു ബാ, ഒക്കെ സെയിം ആണ് വരിക. ബാ ഇൻദൽ വഖഫ്. صاد فتحة مفخمة صا با شدة فتحة ألف مد عوض حركتان عند الوقف. വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. 18ാമത് ഷദ്ദ തൻവീൻ ബിൽ കസ്ര. ഓക്കെ, നമുക്ക് ആരെങ്കിലും ഒരാള് ഈ ഒരു ചെറിയ ഭാഗം ഒന്ന് പാരായണം ചെയ്താൽ നല്ലതാണ്. അടുത്തൊരാള്. متكئين على رفرف خضر وأبقري حسان. ഒന്നും കൂടി
മുത്തക്കിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ. متكئين على رفرف خضر وعبقري حسان. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വ അബ്ഖരിയ്യിൻ ഹി എന്നുള്ളിടത്ത് എങ്ങനെയാണ് തഹ്ജി പറയാ അറിയോ? عين فتحة با ساكنة مقلقلة أب قاف فتحة مفخمة قا أبقى را كسرة مرققة ري أبقري يا شدة تنوين بالكسرة ملهرة قبل الحاء المكسورة أبقري هي. വെരി ഗുഡ്, വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, ഇതാര് ഓതി തഹ്ജി ചെയ്യും? بسم الله الرحمن الرحيم والشمس تجري لمستقر لها ذلك تقدير العزيز العليم. ഓക്കെ, മുസ്തഖറില്ല, ആ ഭാഗം ഒന്ന് തഹ്ജി ചെയ്യും. لام كسرة لي ميم ضمامو سين سكون مس تاء فتحة تاء مستا قاف فتحة مفخمة قا مستقى راء تنوين بالكسرة مرققة തൻവീൻ ബിൽ കസ്ര മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. شدة راء شدة تنوين بالكسرة مرققة ആ, بلا മുറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ بلا എന്താ സംഭവിക്കുന്നത്? ചേർത്തി ഓതണ്ടേ? ഇതാം ബിലാവുന്ന പറയണോ? പിന്നെ എന്താ സംഭവിക്കുന്നത് പറയാ, അതും കൂടി പറയണ്ടേ? കിട്ടുന്നില്ലേ ഞാൻ കാണിച്ചു തരാം. കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ കാണിച്ചു തരാം. നോക്കി വായിച്ചോളൂ. റാഷദ്ദ തൻവീൻ ബിൽ കസ്റ മുറഖഖ മുദ്ഗമ ഫിൽ ലാമിൽ മഫ്തൂഹ ബിഗൈരി ഗുന്ന. ഓക്കെ, റെഡി അല്ലേ? ലാം ഷദ്ദ ഫത്ഹ കേട്ടോ. പിന്നെ ലാം ഷദ്ദ ഫത്ഹ വരണം. ലാം ഷദ്ദ ഫത്ഹ ബിലാ ഗുന്ന ബിഗൈരി ഗുന്ന എന്നതിൽ എഴുതിയിരിക്കണല്ലേ? ഇരുന്ന ബിലാ ഉന്ന അതെന്തായാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ റക്കീൻ എന്നുള്ളതാണ്, അത് ചെറിയതായും കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. റക്കീൻ മൻഷൂർ. ഓക്കെ, അടുത്തത് പിന്നെ തുവീൻ. ഇതാരാ ചെയ്യുന്നത്? واو شدة تنوين. ആദ്യം ആയത്ത് പാരായണം ചെയ്യൂ. ആയത്ത് പാരായണം ചെയ്തു. അമ്മൻ ഹാദല്ലദീ. ഓതിയാലെന്നെ ഓതാൻ പറ്റുമോ? ആ, ഓതിക്കോളി. മറ്റാൾക്കാർ ഓതുന്നില്ല, ഇപ്പൊ എന്താ ചെയ്യാ? أمن هذا الذي يرزقكم أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. എന്നുള്ള ആ ഭാഗം മാത്രം ഒന്ന്. ഓക്കെ. ഐൻ ലമ്മ ഉ താ ലമ്മ തു ഉതു വാവ് ശദ്ദ തൻവീൻ ബിൽ കസ്റ മുദ്ഗമ മുദ്ഗമ ഫി വാവിൽ മഫ്തൂഹ. എങ്ങനെ പറയാ? അതാ ബിഉന്ന ഹർക്കത്തൈൻ. ബിഉന്ന ഹർക്കത്തൈൻ. ഓക്കെ. ഓക്കെ, അടുത്ത ശദ്ദ തൻവീൻ ബിൽ ലൊമ്മയാണ്. ആരാണ് പാരായണം ചെയ്യുന്നത്? അടുത്ത ഒരാൾ പാരായണം ചെയ്തോളൂ. വേഗം പാരായണം ചെയ്തോളൂ.
الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمتهم إلا اللائي ولدنهم. ഉമ്മഹാത്തുഹും എന്നല്ലേ? എങ്ങനെ ഇൻ ഉമ്മഹാത്തുഹും. അവിടെ ഉമ്മഹാത്തുഹും അല്ലേ? ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഇ വലദ്നഹും. അതേപോലെ ഇല്ലല്ലായി എന്ന് പറയുന്നിടത്ത് ഒരു മദ് മുത്തസിലുണ്ട്. ഇല്ലല്ലാഇ വലദ്ന. അത് എന്താ വെച്ചാൽ ലിബിന്റെ ഒരു പ്രശ്നം കൊണ്ട് മുകളിൽ കയറി കടന്നു പോയിട്ടാണ്. അവിടെ ഒരു മുത്തസിലുണ്ട്. ഇല്ലല്ലാഇ വലദ്നഹും. ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഇ വലദ്നഹും. ഓക്കെ. وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇല്ല അല്ല ഈ എന്നാണ്. ഇല്ല എന്നുള്ള അലിഫ് മദ് കളയപ്പെടുന്നത് ഇല്ലല്ലാ ഈ എന്നായിട്ട് മാറുന്നുണ്ട്. കാരണം അവിടെ ആരുണ്ട്? ഹംസത്ത് വസ്സൽ ഉണ്ടായത് കൊണ്ട് ആ അലിഫ് യസ്കുത്ത് വസ്സലനാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ലഅഫുവുൻ എന്നുള്ള ഭാഗം ഒന്ന് തഹജ്ജി ചെയ്തോളൂ. ലഅഫു എന്നുള്ള ലാം ഫത്ഹ ല, ഐൻ ഫത്ഹ അ, ലഅ, ഫ ളമ്മ ഫു, വാവ് ഷദ്ദ തൻവീൻ ബിളമ്മ മുദ്ഹറ. വെരി ഗുഡ്. ഓക്കെ, മുദ്ഹറ. ബാക്കി പറഞ്ഞോ? ബാക്കി പറഞ്ഞോളൂ. ബാക്കി ഐൻ ഫത്ഹ ഖബലൽ ഗൈനിൽ മഫ്തൂഹ. ഖബല ഐനിൽ മഫ്തൂഹ. പിന്നെ ചില ആള് മുഫഖമയും കൂടി പറയാലൊക്കെ ഉണ്ട്. ഐൻ മുഫ്തഹം അങ്ങനെയും പറയുന്നവരുണ്ട്. ഓക്കെ. ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കെ. അടുത്തത് ആരാണ് ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ ലിസാനല്ലദീ. നമുക്ക് അവിടെ ഇന്നമാ യുഅല്ലിമുഹു ബശർ, അവിടെ താഴത്താണ് വഖഫ് വരുന്നത്. ഖാഫ് കണ്ടില്ലേ? നമുക്ക് പഠിക്കേണ്ട ഒരു പോർഷനും വഖഫിന്റെ അലാമത്ത് താഴത്താണ് വരുന്നത്. അപ്പോൾ ഇന്നമാ യുഅല്ലിമുഹു ബശർ, പിന്നെ ലിസാനുല്ലദീൻ. ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അജമിയ്യും വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. ഓക്കെ. ആ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. റാ ഫത്ഹ മുറക്കക്ക മുഫഖമയാണ്. മുഫഖമ ബാ കസ്റ യാ ശദ്ദ വ ളമ്മ ശദ്ദ തൻവീൻ ബിൽ ളമ്മ മുദ്ഗമ ഫി മീമിൽ മദ്മൂമ ബിഗുന്ന ഹർക്കതൈൻ. ഓക്കെ. ഇതുകൊണ്ട് വായിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ഏകദേശമൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഓക്കെ. ശദ്ദ തൻവീൻ ബിൽ ഫത്ഹ ഹുബ്ബൻ ജമ്മ. അതേപോലെ ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ശദ്ദ തൻവീൻ ബിൽ ഫത്ഹന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ജാനും എന്നുള്ളിടത്ത് ജാനുൻ, അവിടെ മദ് ലാസിമും കൂടി വരുന്നുണ്ട് കേട്ടോ. കുല്ലും ആമന. ഇതൊക്കെ അതായിട്ട് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ്,
അതിൽ തൻവിൻ ബിൽ ഫത്ഹ, തൻവിൻ ബിൽ കസ, തൻവിൻ ബിൽ ഒമ്മ, അതിന് ഷെദ്ദും കൂടി വരുന്നുണ്ട്. അപ്പോൾ തൻവിൻ ബിൽ ഫത്ഹയിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്, അത് ഇവിടെയും ബാധകമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടും കൂടിയൊക്കെ നമുക്ക് പറഞ്ഞു പോകാൻ കഴിഞ്ഞു. വഖഫ് ചെയ്യുകയാണെങ്കിൽ വരും, തൻവിൻ ബിൽ ഫത്ഹയിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് ഇവളായിട്ടായിരിക്കും മാറുക. അല്ല തൻവിന് പിന്നെ മറ്റേ അടുത്ത ഇതുമായിട്ട് ചേർന്ന് പോവുകയാണെങ്കിൽ അവിടുത്തെ നിയമം ബാധകമായിരിക്കും. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയണേ. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ ചെറിയ കുറച്ച് ഭാഗങ്ങൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പഠിക്കാണ്. വഖഫിന്റെ അലാമത്തുകൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വഖഫിന്റെ അലാമത്തുകൾ കുറേ എടുത്തു കളഞ്ഞിട്ടുണ്ട്. വളരെ ഇന്നിപ്പോൾ കുറച്ച് തുച്ഛമായത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഇതിന്റെ മുജവ്വദുകൾ, അതായത് തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് പുതിയ കിട്ടുന്ന മദീന ഖുറാനിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ അതിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് കാണുന്നത് മീമാണ്. മീമിന്റെ പിന്നെ നിയമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാമത്ത് വഖഫ് ലാസിമാണ്, വഖഫ് നിർബന്ധമാണ്. ഈ മീമ് നമ്മൾ രണ്ട് തരം മീമ് കാണാം ഖുറാനിൽ. ഒന്ന് ഇങ്ങനെ വാല് താഴോട്ടായിട്ടായിരിക്കും, ഒന്ന് ഇങ്ങനെയായിരിക്കും. അപ്പൊ ആ മീമിനെ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് മീമ്, പിന്നെ ഒന്ന് നമ്മൾ ഈ പിന്നെ എന്താണ് ഇഖ്ലാബ് വരുമ്പോൾ കാണുന്ന മീമാണ്, മറ്റേത് ആ രണ്ട് മീമിന്റെ വ്യത്യാസം. ഒന്ന് അതിന്റെ വാല്, മീമിന്റെ വാല് താഴോട്ട് തൂങ്ങിയിട്ടായിരിക്കും. നമുക്ക് ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, ഇതിൽ കണ്ടില്ലേ നിങ്ങൾ, ആ മീം ഇങ്ങനെ മുകളിലേക്കാണ്, മറ്റേത് നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് കാണാം. ഓക്കെ, ഇതാരാ പാരായണം ചെയ്യാം? ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يستجيب الذين يسمعون നിർബന്ധമില്ലേ? അതല്ലേ ഇപ്പൊ നമ്മൾ പറയുന്നത്. അലാമത്ത് വഖഫ് ലാസിം, ആ മീം കണ്ട അവിടെ നിർത്തല് നിർബന്ധാണ്. പിന്നെ അവിടെ ചേർത്ത് ഓതലോ മറ്റേതോ ഒന്നുമില്ല. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. ഓക്കെ, യുർജഊൻ. ഓക്കെ ഓക്കെ, അടുത്ത നോക്കൂ, സൂറത്ത് യാസീനിൽ ഒരു ആയത്താണ്. ആരാ പാരായണം? അവിടെ നിർത്തേണ്ടതാണ്. അവിടെ മീമ് മേലെ കാണുന്നത് ആ മീമാണ്. അതാണ് ആ മീമിന്റെ പ്രത്യേകത. അങ്ങനെ കാണുന്ന മീമിന്റെ അടുത്ത് അവിടെ വഖഫ് ലാസിം നിർബന്ധമായിട്ട് അവിടെ നിർത്തണം. അത് പിന്നെ ചേർത്ത് ഓതാനോ കുറുക്കി ഓതാനോ ഒന്നും വേണ്ട, അവിടെ നിർത്തുക. പിന്നെ കൗലുഹും ഒന്നും ചേർത്ത് ഓതാനോ മറ്റേതൊന്നും വേണ്ട. പിന്നെ ഓക്കെ, അടുത്തൊരു ആയത്ത് ഒരാൾ പാരായണം ചെയ്തോളൂ. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. ഓക്കെ, അപ്പൊ ഈ മീമ് കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും വഖഫ് ചെയ്തോളാം. ചേർത്ത് ഓതി കഴിഞ്ഞാൽ ആശയത്തിൽ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അത് രണ്ടും കൂടി ചേർന്ന് വരുന്ന സമയത്ത് ആശയത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വഖഫ് ലാസിം. ഇത് എടുത്തു കളഞ്ഞിട്ടില്ല, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു മീമിനെ കാണുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്തു, വഖഫ് ചെയ്തിട്ട് ചേർത്ത് ഓതാനോ മറ്റേതോ ഒന്നും ചെയ്യേണ്ട, ബാക്കി എടുത്തു ഓതുക. ഓക്കെ, ഇനി ഒരു പറഞ്ഞോളൂ. ലാസിമും മദ് ലാസിം ഉണ്ടല്ലോ. മദ് ലാസിം ഉണ്ട്. ഇത് വഖഫ് ലാസിം. മദ് ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നീട്ടണം. വഖഫ് ലാസിം നിർബന്ധമായിട്ട് നിർത്തണം. ലാസിം എന്ന് വെച്ചാൽ നിർബന്ധം. അർത്ഥം അതെ അതെ, മസ്റ്റ്. അതെ. പിന്നെ അവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല. പിന്നെ ഈ കാണുന്ന ലാമാണ്. ഈ ലാം ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഈ ലാമും എടുത്ത് കളഞ്ഞിട്ടുണ്ട്.
ഇതും ആശയത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇതിന്റെ എന്താന്ന് പറഞ്ഞാല് അല്ല ഉസ്താദെ, ഈ ലാം ഇപ്പൊ ഖുർആനിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. കുറച്ച് പഴയതാണ്, പുതിയ ലിപികളിലില്ല, പുതിയ ഇപ്പൊ ഇറങ്ങുന്ന സൗദി ഖുറാനുകളിലില്ല. മീമിന്റെ വാല് താഴത്തേക്ക് വരണേന് എന്താ പറഞ്ഞത്? അതും ഉണ്ടാവില്ല മേലെ അങ്ങനെ? അത് മീമ് താഴത്തേക്ക് വരുമ്പോ നമുക്കറിയാൻ ഇക്ലാബ് ഉണ്ടല്ലോ, തെൻവീനിന്റെ ഇക്ലാബ് എന്ന് പറഞ്ഞ നൂനു സാക്കിന തെൻവീനിൽ ഇക്ലാബ് എന്നൊരു നിയമം പഠിച്ചില്ലേ? ആ മീമിന്റെ വാലാണ് താഴോട്ടേക്ക് തൂങ്ങി കിടക്കേണ്ടത്. ഇതിങ്ങനെ സ്ട്രെയിറ്റ് വരില്ലേ, മറ്റേത് താഴോട്ടേക്കാണ്. നോക്കാം, നമുക്ക് ഇതിൽ ഏതെങ്കിലും ആയത്തിൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നില്ല, ഉണ്ടായിരുന്നു അതില്, പോയി തോന്നുന്നു. രണ്ടും അറിയാൻ വേണ്ടിട്ട് രണ്ടും ഞാൻ വെച്ചിരുന്നു. എന്നാ വേഗം തിരിയാൻ വേണ്ടിട്ട് നോക്കാം, നമുക്ക് ഇതിൽ ഏതെങ്കിലും ആയത്ത് വരും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഈ ലാമിന്റെ നോക്കാണ്, അലാമത്ത് വഖഫ് അൽ മംനു ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. വഖഫ് ചെയ്യാൻ പാടില്ല ലാമില്ലോടത്ത്. പക്ഷെ ഇപ്പൊ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, വഖഫ് പാടില്ല എന്നുള്ളതാണ്. പുതിയ ഖുറാനിലൊന്നും എന്തില്ല, ഇതില്ല. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഈ വലിയ ആയത്ത് വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്ന, അവിടെ കൊണ്ടുപോയി നിർത്തരുത്. ഇവിടെ മലായിക എന്നുള്ളടത്ത് നിർത്തരുത്, അല്ലെങ്കിൽ ഈമാന എന്ന് പറഞ്ഞ് നിർത്തരുത്, വൽ മുഅ്മിനൂന എന്ന് പറഞ്ഞ് അവിടെ നിർത്തരുത്. അവിടെ നിർത്താണ്ട് പകരം നമുക്ക് വിശ്വാസം കിട്ടുന്നില്ലെങ്കിൽ വേറെ സ്ഥലത്ത് വഖഫ് ചെയ്തിട്ട് എടുത്ത് ഓതിയാൽ മതി. ശ്രദ്ധിക്കേണ്ടത് ലാമ് കൊടുത്തോർത്ത് നിങ്ങൾ വഖഫ് ചെയ്യരുത്. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ലാമിനെ സംബന്ധിച്ച്. അതന്നെ പുതിയ ലിപികളിൽ ഇപ്പൊ ഇറങ്ങുന്ന ഖുറാനുകളിൽ എന്തില്ല, ലാമ് വരുന്നില്ല. ഈ ആയത്തിന്റെ തന്നെ പുതിയ പിന്നെ ഇതില് എന്തില്ല, ലാമൊന്നും കാണാൻ പറ്റൂല പുതിയ ഖുറാനില്. പുതിയ ഇപ്പൊ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് നിർത്താം. അങ്ങനെ എടുത്തോതല്ലോ, അതുകൊണ്ടാണ് ഓതും. അത് ശരിക്കും എന്താ പറയുക, ഈ ഖുറാന്റെ വഖഫ് എന്ന് പറയുന്നത് ശരിക്കും ആശയമായിട്ട് ബന്ധപ്പെട്ടതാണ്. എവിടെയും നമുക്ക് വഖഫ് ചെയ്യാം, പക്ഷെ ആശയമാണ് വിഷയം. വഖഫ് ചെയ്യുന്ന എവിടെയും വഖഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആശയം ബോധ്യം ഉണ്ടെങ്കിൽ ഈ അലാമത്തുകൾ തരുന്ന എന്തിനാ, നമുക്ക് അനറബികളായ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലാമത്ത്. കാരണം അവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആശയത്തിൽ പ്രയാസം ഉണ്ടാവും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലാമത്ത് തരുന്നത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ ആ അർത്ഥം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അയാൾക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ച് പോയിക്കോളും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ മലായിക്ക എന്ന് പറഞ്ഞിടത്ത് നിർത്താണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തോളും, എടുത്ത് ഓതും. അല്ലാണ്ട് നേരെ വമാ ജഅൽനാ ഇദ്ദതഹും എന്ന് പറഞ്ഞിട്ട് ഓതൂല. നമ്മൾ ഒരു സ്ഥലത്ത് പോയിന്റിൽ നമ്മൾ നിർത്താൻ തൊട്ട ബാക്കൊന്ന് എടുത്ത് ഓതാണല്ലോ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ അല്ലാത്തവരൊക്കെ ഇങ്ങനെ വാവിന്റെ അവിടെ നിർത്തുമല്ലോ, വാവ് അത്ഫിന്റെ വാവ് വരുമ്പോ നമ്മള് നിർത്തൂലേ? വേറൊരാശയമില്ല അതുവരെ. അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അതന്നെ, അത് ആശയം ബോധ്യമാണെങ്കിൽ നമുക്ക് നിർത്താൻ ഒരു കുഴപ്പമില്ല. അവിടെ അത് കൃത്യമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ നിർത്തിങ്ങേറ്റ് എടുത്തോത് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി, കുഴപ്പമില്ല. അങ്ങനെ എത്ര കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു അലാമത്തൊന്നും നോക്കലില്ല, കാരണം അവർക്ക് അവിടെ അർത്ഥബോധ്യം ഉണ്ട്, അതോടെ ഫിനിഷ് ആയിട്ടുണ്ട് എന്നുള്ളത് അടുത്ത പുതിയൊരു വിഷയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ വിഷയമില്ല. ഇത് നമ്മളാണ് കൂടുതൽ ഇതിന് കെയർ ചെയ്യേണ്ടത്, അത് അറിയാത്ത ആളുകൾ കേട്ടോ. അടുത്തത് ജീമാണ്. ജീം എന്ന് പറഞ്ഞാൽ ഒരു സംശയം, ഈ ലാമ് ആയത്തിന്റെ എൻഡിൽ വന്നാല്, എൻഡിൽ കാണുന്നുണ്ടല്ലോ ചില അടയാളങ്ങള്, ഈ ലാമ് ആയത്ത് അവസാനിക്കുമ്പോ അവിടെ ഈ ലാമുള്ള ഖുർആൻ കാണുന്നുണ്ടല്ലോ. അതുണ്ട് ഉസ്താദ്, ശരിയാണത്. പല ഖുർആനുകളിലും ആയത്ത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലാമ് വരുന്നുണ്ട്. നമ്മളൊരു കൺഫ്യൂഷൻ ആണത്. അവിടെ പാരായണം നിർത്തരുതെന്ന്. പാരായണം നിർത്തരുതെന്നോ? നിർത്തിപ്പോകരുത്. അല്ല, നമുക്ക് അവിടെ വഖഫ് ചെയ്യാം, പക്ഷെ നമ്മൾ പാരായണം മര്യാദയ്ക്ക് പോകരുത്. ഓക്കെ അങ്ങനെ പക്ഷെ ഓത്ത് അവിടെ വെച്ച് നിർത്തി പോകരുത്. എങ്ങനെ അതൊരു പുതിയ റൂളാണ്. അറിയാതെ ഓതുന്നവർക്കുള്ളതാണെന്ന് അർത്ഥം. ദുൽഖലീൽ സാല് പറഞ്ഞ ഒരു പുതിയ അറിവാണല്ല. അതെ, റഫീഖ അതൊന്നും കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കി. നമ്മളിപ്പോ പാരായണം ചെയ്യൂലേ, പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പാരായണം നിർത്തിയിട്ട് ഇന്നത്തെ മതി എന്ന് നിർത്തൂലേ?
അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതേമാതിരി നിർത്തി പോകാൻ പാടില്ല. അതല്ലെങ്കിൽ ഇപ്പം തൽക്കാലം നിർത്തിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് അവിടെ വെക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇനിയിപ്പോ അത് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. സാധനം വരുന്ന ഒരു 15 വർഷമായിട്ട് വരുന്ന മുസ്തഫിലൊന്നും ഇല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. എവിടെയും ലാമയില്ല. ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, അവിടെ പാരായണം നമ്മൾ അവസാനിപ്പിക്കരുത്, വഖഫ് ചെയ്യണല്ല, അവസാനിപ്പിക്കരുത്. വഖഫ് അങ്ങനെയായിരുന്നു ചെയ്യാം, പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഓത്ത് നമ്മള് നിർത്തിപ്പോയത്. അവസാനിപ്പിക്കല് സുക്കൂന് വരുന്ന അവസാനല്ലേ, നമ്മൾ ആ വട്ടം വരുന്നിടത്തല്ലേ നമ്മൾ അവസാനിപ്പിക്കല് സാധാരണ. അതല്ല അവസാനിപ്പിക്കുന്ന പറഞ്ഞോണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ പാരായണം നിർത്തരുത് എന്നാ പറയുന്നത്. അതായത് വഖഫ് ചെയ്യാം, അതായത് പാരായണം താൽക്കാലികമായിട്ട് നിർത്താം, ഒന്നായിട്ട് നിർത്താൻ പാടില്ല. അതായത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്തായിരിക്കല്ലോ, അപ്പൊ സൂറത്തിൽ നമ്മളിപ്പോ ഇന്ന് അത്ര മതി എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് ലാം ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. ലാം ഇല്ലാത്തോടത്ത് കൊണ്ടുപോയിട്ട് വഖഫ് ചെയ്തിട്ട് ആയത്തിന്റെ അവസാനത്തിൽ പലതിലുണ്ട്. ആയത്തിന്റെ പഴയ ആയത്തിന്റെ അവസാനമാണ് നിർത്തുന്ന സ്ഥലമാണ്. അല്ല, അത് ബേസിക്കലി എന്താണെന്ന് അറിയോ, ഇത് നമ്മുടെ ഈ അലാമത്ത് കൊടുത്തത് മുഴുവൻ അത് ഏത് തഫ്സീറിനെ അനുസരിച്ചുകൊണ്ട് ഉള്ള മുസാഫിന്റെ പ്രിന്റ് ആണെന്ന് അനുസരിച്ചിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഉറുദു മുസാഫ് ഇല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്നത്, അപ്പം അവരുടേതൊക്കെ വേറെ ആയിരിക്കും, അത് ആ തഫ്സീർ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യം വെച്ചാൽ ഓരോ തഫ്സീർ അനുസരിച്ച് മാറല്ലേ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അലാമത്ത് കൊടുക്കുന്ന ലാ എന്നുള്ള അലാമത്ത് കൊടുക്കുന്ന ലാം ഇല്ലേ, അത് കൊടുക്കുന്നത് തന്നെ നിർത്തി, അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. അതെ, അതിപ്പോ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ ലിപിയിൽ നിങ്ങൾക്ക് കാണൂല. അല്ല, പുതിയ ഇപ്പൊ ഇടയിൽ വരുന്നത് ഉണ്ടാവുമല്ലോ. ഇടയിലും ഇല്ല, അപ്പൊ പുതിയ ഇല്ല 15 വർഷത്തിലധികം അതിന്റെ ഇടയ്ക്ക് വന്നതിലില്ല. അപ്പൊ ഈ ഇടയിൽ വരുന്നത് നമ്മൾ നിർത്താത്ത സ്ഥലം എങ്ങനെ മനസ്സിലാക്കുക? ഇല്ല, അത് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് നിർത്താത്തത്, ഒഴിവാക്കിയത്. അല്ല, അപ്പൊ ആശയം പോവല്ലോ. അങ്ങനെയൊന്നും നമ്മൾ അർത്ഥറിഞ്ഞിട്ട് വേണ്ട ഓതാന്. അപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാവും, അർത്ഥറിഞ്ഞ് വേണമെങ്കിൽ ഓതിയാൽ മതി എന്നാവും. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ മനസ്സിലായില്ല. ഈ അലാമത്തുകൾ കൊടുത്തതുണ്ടല്ലോ, അത് ഓരോ മുസഹഫും ഏത് തഫ്സീറിനെ അനുസരിച്ചാണ് എഴുതിയ പ്രിന്റ് എന്നുള്ളത് അനുസരിച്ചിട്ടായിരുന്നു ആ അലാമത്തുകൾ കൊടുത്തത്. പല തഫ്സീറുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ടായിരുന്നു ഈ അലാമത്തുകൾ കൊടുത്തത്. അത് ഇപ്പം അങ്ങനെ നോക്കുമ്പം അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാര് അത് ഒഴിവാക്കിയത്. അത് പല മുസാഫിലേക്ക് പല ജാതിയിൽ കാണാം. ഈ പല ഇതുണ്ടല്ലോ, ഇപ്പം ഈ ഇതിന്റെ നമ്മളെപ്പോഴും കാണുന്ന 2 മുസഫാണ് ഇത്. നമ്മളെ കയ്യിലുള്ള മദീന മുസഫും പിന്നെ മദീനത്ത് തന്നെ വരുന്നതുണ്ട് ഈ ഉറുദു സ്ക്രിപ്റ്റ് നമ്മൾ പറയുന്ന ഈ ഹാഫിദുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല പള്ളിയിൽ, അവരൊക്കെ ഉപയോഗിക്കുന്നത് മുസഫിന്റെ ഹിഫ്ള് ഖുർആൻ. അപ്പൊ അതിന് രണ്ടിലും 2 സ്ഥലങ്ങളിലുണ്ടാവും, ഒരേ സ്ഥലങ്ങളിൽ 2 ഉണ്ടാവില്ല. നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്, അതൊരു ആവശ്യമില്ലാത്ത സംഗതിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒഴിവാക്കിയത്. അല്ലാണ്ട് ഇനി അതിനെപ്പറ്റി പറയാവേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ജീമിലേക്ക് പോവാം. ജീമിന്റെ പ്രത്യേകത എന്താണ്? വഖഫ് ജായിസ് ആണ്. അതായത് ജായിസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, രണ്ടും ആവാം എന്നുള്ളതാണ്. രണ്ടും ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഖഫും ചെയ്യുക, ചേർത്ത് ഓതാം. ജീമ് കാണുന്നോടത്ത് ഇപ്പൊ ഇവിടെ قال ذلك ما كنا نبغي فارتد على آثارهما قصصا എന്ന് ചേർത്ത് ഓതാം. അല്ലെങ്കിൽ قال ذلك ما كنا نبغي فارتد على آثارهما قصصا, ഈ 2 രീതിയിലും ഇത് ഓതാം. നമുക്ക് ജായിസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ജീമ് കാണുകയാണെങ്കിൽ അപ്പൊ തോർത്താൽ മതി, ജീമ് ജായിസ്. ജായിസ് നമ്മൾ മുമ്പ് പഠിച്ചതുമാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്, വഖഫ് ചെയ്യാം, ചേർത്ത് ഓതാം, അത് നമ്മളിഷ്ടം. അപ്പോൾ വഖഫിന്റെ അലാമത്ത് ഉണ്ടെങ്കിൽ വഖഫ് ചെയ്ത് ഓതുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും. കാരണം മറ്റേത് ശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ജായിസ് ആണ് ജീമ്. ഇനി നമുക്ക് നോക്കാം, ഇത് സ്വലേ എന്നാണ് പറയാം. സ്വലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജായിസ് എന്നാണ്. മാ കൗനിൽ വസ്ലിൽ ഊല. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേർത്ത് ഓതലാണ് ഉത്തമം. ചേർത്ത് ഓതലാണ് ഉത്തമം. ആ കൗനിൽ വസ്ലിൽ ഊല, ഉത്തമം. ഫസ്റ്റ് ചേർത്ത് ഓതലാണ് ബെറ്റർ എന്നാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് യാ അബത്തി ലാ തഅബുദി ശൈത്താൻ വഖഫ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ ബെറ്റർ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാ അബത്തി ലാ തഅബുദി ശൈത്താന ഇന്നശ്ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ എന്ന് ചേർത്ത് ഓതലാണ് ഈ സ്വലേ എന്നുള്ള ഈ അലാമത്തിന്റെ ഒരു ഇത്.
ചേർത്തോതലാണ്. പക്ഷെ വഖഫ് ചെയ്ത് വെച്ചിട്ട് തെറ്റില്ല. അവിടെ പിന്നെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ഓതേണ്ട ആവശ്യമില്ല. ഷെയ്ത്താൻ എന്ന് വഖഫ് ചെയ്തു, പിന്നെ അവിടുന്ന് എടുത്ത് ചേർത്തൊന്നും ഓതണ്ട. ഇന്ന ഷെയ്ത്താന ഖാനലി റഹ്മാനി എന്ന് ഓതിയാൽ മതി. ഓക്കെ, ഇത് സ്വലയാണ്. സ്വല പല സ്ഥലത്ത് കാണാം, ഒരുപാടുണ്ടാവും. അപ്പോൾ അവിടെ വഖഫ് ചെയ്യാം, ചേർത്തോതാം. ബെറ്റർ ചേർത്തോതലാണ്. നമുക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ വഖഫ് ചെയ്ത് ഓതാം. ഓക്കെ, അടുത്തതൊന്നിലേക്ക് പോവാം. സ്വലേന്റെ വേറൊന്നാണ് കലെ, വഖഫുൽ ഊല. നേരത്തെ പറഞ്ഞത് പിന്നെ ചേർത്തോതലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണുന്ന അലാമത്തിൽ വഖഫ് ചെയ്ത് ഓതുന്നതാണ് ഉത്തമം. അതായത് കലെ കാണുന്ന ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, അവിടെ വഖഫ് ചെയ്യുക. നേരത്തെ നമ്മൾ പിന്നെ അഷ്റഫ് ഖാ ഓതിയ സമയത്ത് ഖാഫ് കലെ എന്നുള്ളടത്ത് ചേർത്താ ഓതിയത്. അപ്പം ഈ ഒരു കല കാണുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യലാണ് നല്ലത്, പിന്നെ വഖഫ് ചെയ്തിട്ട് ഓതുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. ഉത്തമാണ് എന്ത് വഖഫ് ചെയ്യല്. അത് ഒരാൾ ചേർത്ത് ഓതിച്ചിട്ട് അവിടെ തെറ്റ് വരുന്നില്ല. പക്ഷെ ബെറ്റർ അവിടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ സ്വലേക്കും കലയേക്കും ഒരേ ഇത് തന്നെയാണ് വരുന്നത്. ഒരേ റൂളാണ്. പക്ഷെ ഒന്ന് നിർത്തി ഓതലാണ്, ഒന്ന് ചേർത്ത് ഓതലാണ്. ആ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഉത്തമം കലയാണെങ്കിൽ വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വഖഫുൽ ഊല, അതാണ് കല, വഖഫ് ചെയ്ത് ഊത. സ്വലയാണെങ്കിൽ വസ്ലുൽ ഊല, ചേർത്ത് ഓതലാണ് ഉത്തമം. ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇങ്ങനെ രണ്ട് കുത്ത് കാണുമല്ലോ, 3 കുത്ത് 2 സ്ഥലത്ത്. അപ്പൊ ഇതിൻ്റെത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, രണ്ടിൽ ഒരിടത്ത് വഖഫ് ചെയ്യാം. എല്ലായിടത്തും കൊണ്ടുപോയി വഖഫ് ചെയ്യരുത്. ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീ ഹുദൻ ലിൽ മുത്തഖീൻ അങ്ങനെ ഓതാണ്ട് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. ഇനി അതല്ല, ഒരാൾ വഖഫ് ചെയ്യുന്നില്ല, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഏതേ ഒരു സ്ഥലത്ത് വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യുന്നില്ലേ ചേർത്തോതാ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഓ പറ്റും, എവിടെ വേണമെങ്കിലും. നമുക്ക് ഇഷ്ടമല്ല, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് വഖഫ് ചെയ്യാന്നേ ഉള്ളൂ. 2 സ്ഥലത്തും കൂടി വഖഫ് ചെയ്യരുത്, ചേർത്തോതും ചെയ്യാം. അർത്ഥത്തിനനുസരിച്ചാണ് അതല്ലേ. അത് അർത്ഥം മനസ്സിലാവണേന് ദാലിക്കൽ കിതാബുൽ ആ റൈബ്, സംശയമില്ല അതില്. പിന്നെ ഫീഹി, അതില് ഹുദൻ ലിൽ മുത്തഖീൻ, 2 രൂപത്തിലും ആവാന്നുള്ളതാവും. അങ്ങനെയും വരാം. ഇനി നമ്മൾ ഇന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കുഞ്ഞു സീനിനെ കാണാം. സക്ത എന്നാണ് ഇതിന്റെ പേര്. അല്പം അടങ്ങണം, ശ്വാസം വിടാതെ അല്പം അടങ്ങാം. ബൽറാന. ബൽറാന. ഇവിടെ വക്കീല മൻ മൻ, അവിടെ നൂൻ സാക്കിന മുൽഹറ ഐന്ദ സക്ത, അതാണ് അത് അതിൻ്റെ അത് വരുന്നത്. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വക്കീല മൻ റാഖ് എന്ന് പോകരുത്. വക്കീല മൻ റാഖ്, ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അതേപോലെ പിന്നെ റഷീദ് സാഹിബ് പറഞ്ഞത് അതാണിത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ബൽ അവിടെ അങ്ങനത്തെ ലാം സാക്കിന മുൽഹറ ഐന്ദ സക്ത, ബൽ, അതാണ് അതിന്റെ തഹ്ജി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ന് നമ്മൾ എടുത്തത്, പുതിയതായിട്ട് എടുത്തത്. ഇനി നമ്മൾ നേരെ റിവിഷന്റെ ഭാഗത്തേക്ക് പോവാണ്. റിവിഷന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇതൊന്നും എഴുതിയെടുത്തിട്ടില്ല, PDF ഉണ്ടാവുമല്ലോ. PDF അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഞാനില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ചെയ്തതൊക്കെ വേറെ ആളായതുകൊണ്ട് എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ഇന്നലെ പറ്റ ഷെയ്ഡായി പോയി. അത് പിന്നീട് അയച്ചിട്ടില്ല സാറ്?
ഞാന് അതിന്റെ ഇത് ഇട്ടിരുന്നല്ലോ, പിന്നീട് അയച്ചിട്ടുണ്ടല്ലോ. PDF അയച്ചു കൊടുത്തിട്ടുണ്ട്, PDF അയച്ചു തന്നിട്ടുണ്ട്. അയച്ചിട്ടുണ്ട്. അല്ല, ആ അവര് പറഞ്ഞത് വീഡിയോയിൽ ഇല്ല എന്നുള്ളതായിരിക്കും പറഞ്ഞത്. വീഡിയോയിലില്ല. PDF കിട്ടിയാണ്, റെക്കോർഡ് കിട്ടിയിട്ടില്ല. റെക്കോർഡിൽ ആ പൊസിഷനിലുള്ള പിന്നെ സ്ലൈഡുകളില്ല, ഓഡിയോ മാത്രമായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉസ്താദ് നേരെ ആ അത് പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ തീർന്നു സാറേ. സിലബസ് തീർന്നാ? ഇല്ലില്ലില്ല, സിലബസ് ഇനി വരാണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഓരോന്ന് വരിക എന്നുള്ളതാണ്. സിലബസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, സിലബസ് ഇനിയും വരാണ്ട്. 20ാമത്തെ ഹാല് പഠിച്ചിട്ടില്ല, അവസാനത്തെ ഹാലാണ് അത്, അവസാനം. ഈ തൂനി എന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഈ തൂനി ഓക്കെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ തൂനി എങ്ങനെ ഈ തൂനി വരുന്നത് എന്നുള്ളത് ഞാൻ അതിന്റെ ഇത് നിങ്ങൾക്ക് തന്നിരുന്നു. ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനൊന്നും കൂടി അല്ല ഉസ്താദ് പറഞ്ഞത് ആ ക്ലാസ് ഇനി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ അതിന്റെ ഒരു വീഡിയോ ഞാൻ അയച്ചുതരാം. കൃത്യമായിട്ട് നൗഷാദ് ഉസ്താദ് പറയുന്ന ഈ തുണി എങ്ങനെയാ വരുന്നത് എന്താന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ നൗഷാദ് സാർ വോയിസ് തന്നെ അയച്ചു തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇനിയുണ്ട് കുറച്ച് ടേമുകളൊക്കെ പഠിക്കാത്തത്. എനിക്കൊന്ന് മുസഹല പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മുസഹല പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. തസ്ഹീൽ അത് പഠിച്ചിട്ടില്ല. പിന്നെ 20ാമത്തെ ഹാല് മദ് ബദല് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ അത് അതിന്റെ കൂടെ അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, ഹദഫ് പറഞ്ഞില്ല, തഹരീക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, കഴിഞ്ഞ ക്ലാസ്സിലെ ആ ലാസ്റ്റിലെ 2 പോയിന്റ് അത് വേണ്ടത്ര ആ സമയത്ത് ഒരു ഇതായില്ല. റിവിഷനിൽ വരുമ്പോ അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു കൊല്ലം കൂടി ഇരിക്കേണ്ടി വരും തോന്നുന്നു. 2 കൊല്ലം അതൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ ഈ റിവിഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്കൊക്കെ ക്ലിയർ ആവും, ഒരു സംശയം ഉണ്ടാവില്ല. ഇപ്പൊ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ, പറയാനറിയല്ലോ. ഒരു മാസം കൊണ്ട് പരീക്ഷ തായർത്ത ഒരു വിഷയമുള്ള കാര്യമല്ല, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എങ്ങനെ ക്യാരി ഓൺ ആകും, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതിപ്പോ അക്ഷരമാലയാണ് അല്ലെ, അറബി അക്ഷരങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാം ഇതിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ അല്ലെ. അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സൈ, സീൻ, ഷീൻ, സ്വാദ്, ضاد, ط, വ, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വ, യ. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞ മഖ്റജ് തന്നെ അത് ഉത്ഭവം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, നമ്പർ 1. ഇത് നിങ്ങൾക്ക് ഈ പിന്നെ അറബി അക്ഷരങ്ങള് എത്ര എണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്? ഏതിന്റെ സിഫത്തനുസരിച്ചല്ലേ? അറബി കോമൺ ആയിട്ട് അറബി ഭാഷ എത്ര എണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്? 2. അതെ, ഹുറൂഫുൽ മുറക്കക്ക അല്ലെങ്കിൽ മുഫഖമയും പിന്നെ ഇസ്തിലാവും മുറക്കക്കയും ഇസ്തിഫാലയും. അപ്പൊ അത് മുഫഖമയായിട്ട് ഉച്ചരിക്കുന്ന എല്ലാ സമയവും മുഫഖമയായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കാം. അതെ, ഈ ഹർഫ് ശ്രദ്ധിച്ചു വെക്കുക. എല്ലാ സമയവും ഇസ്തില ആയിട്ട് ഉച്ചരിക്കുക, അതായത് സ്വരഭാരത്തോട് ഉച്ചരിക്കേണ്ട ഹർഫുകൾ. സ്വരലാഘവത്തോടു കൂടി ചില സമയത്ത് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഏതായിരുന്നു? അലറി. ഓക്കെ, അലറി. പുതിയ ടേമാണല്ലോ അലറി. ഓക്കെ, അലറി സമ്മതിച്ചു. പുതിയ കണ്ടുപിടുത്താണ്, സാർക്ക് പറഞ്ഞു കൊടുക്കണം അലറി. അങ്ങനെ പഠിച്ചാലേ അത് ശരിയാണ്, അങ്ങനെ പഠിക്കലാണ് എളുപ്പം. എന്ന് പറഞ്ഞതുപോലെ തന്നെ അലറി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അലിഫിലാമുറായി. ഓക്കെ, അത് നല്ലൊരു ഇതാണ്. അങ്ങനെ ചെറിയ ഇതിലേക്ക് കൊളത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് കിട്ടും.
നല്ലതാണ്. ഓക്കെ. ചില സമയങ്ങളിൽ മുഫഹമയായിട്ട് വരുന്ന ഹർഫുകളാണ്. എപ്പോഴൊക്കെയാണ് ഇത് മുഫഹമയാവുന്നത്? അലിഫ് എപ്പോഴാണ് മുഫഹമയാവുന്നത്? അലിഫ് അതിന്റെ കൂടെ മുഫഹമായ അക്ഷരത്തിന്റെ കൂടെ അലിഫ് മദ് വരുമ്പോ, അലിഫ് മദ് വരുന്ന സമയത്ത്, മുഫഹമയായ അക്ഷരത്തിന്റെ കൂടെ അലിഫ് മദ് വരുമ്പോൾ ആ അലിഫ് മദ് മുഫഹമയായിരിക്കും. പിന്നെ ലാമോ? ഇസ്മുൽ ജലാൽ. ലാമ് ഇസ്മുൽ ജലാൽ. ഇസ്മുൽ ജലാൽ അല്ലേ? ഇസ്മുൽ ജലാൽ. അള്ളാഹുവിന്റെ അത്യുന്നത നാമമായ ലാമിന്റെ കൂട് വരുന്ന സമയത്ത് അള്ളാ എന്ന്, അല്ല എന്നല്ല ഊത, നമ്മൾ അള്ളാ എന്നാണ് ഊത. ബിൽ ഫത്ഹയും ബിൽ ലൊമ്മയും ആണ്. കെസ്ര വരുമ്പോ ലില്ലാഹി എന്നാണ് വരിക. അതാണ് ചില സമയത്ത് എന്ന് പറയുന്നത്, എപ്പോഴും ഇല്ല. ഓക്കെ. പിന്നെ റ ആണെങ്കിലോ? ഫത്ഹ ദമ്മ. ഫത്ഹയും റാബിൽ ലൊമ്മയും. വരുമ്പോ അതിന് കുറെ നിയമം പറഞ്ഞില്ല. കസറ വരുമ്പോ തർക്കിക്ക്, ഫത്ഹ വരുമ്പോ പിന്നെ മുഫഹമ, ദമ്മ വരുമ്പോഴും മുഫഹമ. ഓക്കെ. ഒന്നാമത്തെ ഹാൽ എന്തായിരുന്നു? ഫത്ഹയിൽ ശ്രദ്ധിക്കേണ്ട നിയമം എന്തായിരുന്നു? മുഫഹമ അല്ലെ? മുഫഹമയായിട്ടുള്ള അക്ഷരത്തിനെയാണ് നമ്മൾ ഒന്നാമത്തെ ഹാലിൽ ശ്രദ്ധിക്കുക. അതായത് എല്ലാ സമയവും മുഫഹമയായിട്ട് വരുന്ന ഹർഫുകളും അതേപോലെ റാവും, റാ ബിൽ ഫത്ഹ, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. അതിന്റെ ഒരു ഉദാഹരണം എന്നുള്ളത് നമുക്ക് അറിയല്ലോ ഇത് അല്ലേ? അലിഫ് ഹംസ ഫത്ഹ അ, ഖ ഫത്ഹ മുഫഖമ ഖ, അ ഖ, ദാൽ ഫത്ഹ ദ, അഖദ. ഓക്കെ. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നിങ്ങൾക്ക് തേജി വരുമ്പോ എങ്ങനെ ആയിരിക്കും? ഒരു വാക്ക് തരും, അത് തേജ് ചെയ്യാൻ പറയാം. ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? പിരിച്ച് എഴുതാം. തേജ് ചെയ്യുമ്പോ ഇങ്ങനെ എഴുതണം. അതായത് ഒന്നാമത്തെ എഴുതി കഴിഞ്ഞാൽ ഒരു സ്ലാഷ്, രണ്ടാമത്തെ എഴുതി കഴിഞ്ഞാൽ ആ ഹർഫ് ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് രണ്ടും കൂടി ചേർത്ത് എഴുതാ സ്ലാഷ്, മൂന്നാമത്തത് അടുത്തത് എഴുതാ, പിന്നെ അത് മൂന്നും കൂടി ചേർത്ത് എഴുതാ. അങ്ങനെ എഴുതാൻ ശ്രമിക്കാം. ആ ഭംഗി എന്ന് പറയും, അതിനൊരു ഭംഗി ഉണ്ടാവും. രണ്ടാമത്തെ ഹാൽ എന്തായിരുന്നു? കെസ്റയിൽ എന്താ ശ്രദ്ധിക്കാനുള്ളത്? വരുമ്പോ മുറക്കക്കയാവും. റാ കെസ്റ മുറക്കക്കയാണ് രണ്ടാമത്തെ ഹാലിൽ ശ്രദ്ധിക്കേണ്ട ഒരു തജ്വീദ് നിയമം. വേറെന്തൊക്കെയാ നമ്മൾ പഠിച്ചത് റാ തർക്കീക്കുമായിട്ട് ബന്ധപ്പെട്ട്? എന്തായിരുന്നു ഒന്നാമത്തെ? എന്തായിരുന്നു ഓർക്കുണ്ടോ? ഒന്നാമത്തത് പിന്നെ ഇങ്ങനെ അടിയില് കെസ്ര വന്നാല്, ഒന്നാമത്തെ അത്, രണ്ടാമത്തെ അതിന് മുമ്പുള്ള കസറ വന്നാല് മുമ്പുള്ള കെസ്ര ഫിറാവുനൊക്കെയുള്ള ഫിരാവുന. പിന്നെ സുക്കൂന് വന്നാൽ, അതിന്റെ മുമ്പ് സുക്കൂന് വന്നാൽ, റായിനും സുക്കൂന് ഉണ്ടായാലും. പിന്നെ റാക്ക് സുക്കൂന്, മുമ്പുള്ളത് സുക്കൂന്, അതിന്റെ മുമ്പുള്ള കസർ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒന്ന് അത് ബ്ലാക്കിലായതുകൊണ്ട് കാണുന്നില്ലായിരുന്നു. ഞാനിപ്പോ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് കവർ ചെയ്തത്. അതെ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തേത് കെസ്ര അല്ലെ? റാ കെസ്ര വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഭരിക്കാം. രണ്ടാമത്തേത് കെസ്ര റാന് സുക്കൂൻ, വെരി ഗുഡ്. മൂന്നാമത്തേത് റാക്ക് സുക്കൂന്, റാക്ക് സുക്കൂനും സുക്കൂന്, അതിന്റെ മുമ്പ് സുക്കൂൻ, ഹിജ്ർ എന്ന് പറയുന്നത്. ഓക്കെ. നാലാമത്തത് യാമദും അല്ലെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ ലൈനയോ യാമദോ രണ്ടിലും വരാം. ഖൈർ അല്ലെ? ഖൈറല്ല, ഖൈർ. നാലെന്നെ യാമദിന് ശേഷം റാ സുക്കൂന്, റാന് സുക്കൂന് നൽകി വഖഫ് ചെയ്യും പാട്ടോ. ഖദീർ.
ഖദീർ. ഓക്കെ. ആണ് മജ്രേഹ. ഇമാലാത്ത് അതാണ് മജ്രേഹ. ഇമാലാത്ത് അഞ്ചാമത്താണ് മജ്രേഹ. ഫഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രേഹ. അത് എന്താണ്? ചോദ്യം വരും മജ്രേഹ എന്നുള്ളത്. എന്തായിരിക്കും ചോദ്യം വരിക? ഹഫ്സ് ഹിമാലത്തുള്ള റിവായത്ത് പ്രകാരം പിന്നെ അല്ല അതിൽ ഉസ്താദെ കഴിഞ്ഞ പ്രാവശ്യം PDF വന്നപ്പോ അതിൽ മമാലാത്താണോ ഇമാലാത്താണോ? മുമാലത്താണ് ശരിക്കും. മുമാല പിന്നെ എന്തായാലും മമാലത്ത് എന്ന് പറഞ്ഞ ആളെ കൺഫ്യൂഷൻ ആക്കാൻ. മുമാല എന്നാണ് അത് പറയുമ്പോ. മുമാല എന്നാണ്, അലിഫ് മുമാല എന്നാണ് പറയുന്നത്. മുമാല എന്നാ പറയാ. ഇമാലത്ത് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. നമ്മളെ ഇമാലത്തുന്ന പറഞ്ഞത്. അൽ മുമാല ഇമാലത്ത് എന്നുള്ളതാണ്. അൽ മുമാല എന്ന് ഇമാലത്തോടു കൂടി എന്നുള്ളതാണ് ഉദ്ദേശം, വേറൊന്നല്ല. ഇപ്പൊ നമ്മള് ഇതിൽ ഞാനൊരു ചോദ്യം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഔട്ടാക്കി തരികയാണ് ഞാൻ. എന്താ ചോദ്യം? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യമാണ്. അത് ഏത് രീതിയിലും വരാം. ഹഫ്സ് റിവായത്ത് പ്രകാരം ഇമാലത്ത് സംഭവിക്കുന്ന വാക്ക് ഇതിലേത് ചോദ്യം വരാം. മനസ്സിലായില്ലേ? ഇമാലത്ത് സംഭവിക്കുന്ന ഒരേ ഒരു സ്ഥലത്താണ്, അത് സൂറത്തിലാണ്. ഏത് സൂറത്ത്? എത്രാമത്തെ ആയത്ത്? വാക്ക് ഏതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മജ്രേഹ ആണ് എന്നുള്ളത്. അപ്പൊ ചോദ്യം ഏത് കോലത്തിലായിരിക്കും വരാന്ന് പറയാം. പറയില്ല. സൂറത്ത് ആയത്ത് ഒന്നുകൂടി പറയാണ്ട് സാർ. അത് ഞാൻ പറയില്ല. സൂറത്ത് ഹൂദാണ്. ഹൂദിലെ 41 അല്ലേ? സൂറത്ത് ഹൂദിലെ 41-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹി മജ്രേഹ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ. അപ്പോ അത് നിങ്ങളൊന്ന് ഒരു മാർക്ക് കിട്ടി. അതന്നെ. അല്ല, ചോദ്യം എങ്ങനെയാ വരാന്ന് പറയാൻ പറ്റൂല. ഇത് എങ്ങനെ വന്നാലും നമുക്ക് ഉത്തരം എഴുതാം. ഉത്തരം എഴുതും നിങ്ങള്. ചോദ്യം എങ്ങനെ വന്നാലും ഉത്തരം ഒന്നേ ഉള്ളൂ. ഉത്തരം ചോദ്യം ഇടുന്ന ആള് അഗ്രഗണ്യനാണെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടു. ഓക്കെ. ഇൻഷാല്ലാ. സൂറത്ത് ഹൂദ് 41 ആണ് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് അയച്ചു തരും. PDF-ൽ ഉണ്ടാവും. ഓക്കെ. ഈ ആയത്തൊന്നും നിങ്ങൾ ഒരാൾ പാരായണം ചെയ്തോളൂ. റിലാക്സേഷൻ. സമയം ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? നമുക്ക് നിർത്താൻ അയക്കണം. നിർത്താട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ. ഓക്കെ. ഈ ആയത്തില് പിന്നെ രണ്ടാമത്തെ ഹാല് വരുന്ന വാക്ക് ഏതാണ്? ബരിഖ. വാക്കാണ് ചോദിച്ചത്. റാക്കസ്ര മുറക്കൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം പറയണം, അല്ലെങ്കിൽ തോറ്റു. ചോദ്യങ്ങളാണ് ഇപ്പൊ ഔട്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളി. അപ്പൊ ചോദ്യമാണ് ഉസ്താദ് പറഞ്ഞല്ലേ? അല്ല, ചോദ്യത്തിന്റെ കോലങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയെന്ന് പറയാ. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ റെക്കോർഡ് മിസ്സാക്കരുത്. അല്ല, അപ്പൊ റെക്കോർഡ് വരാൻ പറ്റൂല. ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തോണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഹാൽ ഏതായിരുന്നു? ഓക്കെ. നമ്മയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് പഠിച്ച ആ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഓക്കെ. പിന്നെ അടുത്ത ചോദ്യമാണ്. ഫേസ് 4, ഫേസ് 6, ഫേസ് 4, 5, 6 എന്താണ് അതിന്റെ പ്രത്യേകത? ഹാലല്ലേ? ഇതിന്റെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഹാലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത നിങ്ങൾ പറയും. അടുത്ത ക്വസ്റ്റ്യൻ. അത് അലിഫ് സിഫറാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു. അല്ല, ആ ഹാലിന്റെ കൂടെ അലിഫ് വരുമ്പോഴാണ് അത് മുഫഖമാവല്. അല്ല, ഹാല് 4, ഹാല് 5, ഹാല് 6 ഈ 3 ഹാലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ 3 ഹാലിന് ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. എന്നീ മദ്ദുകൾ ഉണ്ടാവും അതിന്റെ കൂടെ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു.
ചോദ്യം ഹാലുൽ മദ്, മദ്ദിന്റെ ഹാലുകൾ വരുന്ന പിന്നെ ഏതാന്നുള്ള ചോദ്യമാണ്. ഹാലുൽ മദ് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ 4, 5, 6 ഹാലുകൾ, അതാണ് എന്താണ് മദ്ദിന്റെ ഹാലുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് സംഭവം. ഫത്ഹ, അലിഫ്, മദ്, കസ്റ, യാ, മദ്, ദമ്മ, വക്ക, അതാണ് വരുന്നത്. അല്ല, അപ്പൊ അതിന്റെ ഉത്തരം എന്താ? ഹാലുൽ മദ്. മദ്ദിന്റെ ഹാലുകൾ ഏതാണെന്ന് ചോദ്യം മദ്ദുള്ള ഹാലുകൾ അല്ലെ 4, 5, 6 ആണ്. അതെ, ഹാലുൽ മദ് ഏതാണ് ഏവ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരം അല്ല, അപ്പൊ അതിന് ഉത്തരം ഫത്ഹ, അലിഫ് മദ്, കസ്റ, അലിഫ് മദ്, ലമ്മ, വാവ് അല്ല, മദ്. 4, 5, 6 ആണ്. അതാണ് പ്രശ്നം തന്നെ. ചോദ്യമാണ് ഹാലുൽ മദ്ദാണ് ചോദിച്ചത്. മദ്ദിന്റെ ഹാലുകൾ ഏതാന്നാ ചോദിച്ചത്. അവിടെ ഹാല് 4, ഹാല് 5, ഹാല് 6. ചോദ്യത്തിന്റെ പ്രശ്നം എന്ന് പറയാം. തിരിഞ്ഞിട്ടില്ല തോന്നുന്നല്ലേ? അല്ല, തിരിഞ്ഞു. ഇതിലിപ്പോ നിങ്ങൾ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടെന്ന് അർത്ഥം. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് സംഭവം നിങ്ങൾക്ക് പച്ചപ്പൂ വെള്ളം പോലെ അറിയുന്നതായിരിക്കും. ചിലപ്പോ അവിടെ ലേശം എന്തെങ്കിലും ഒരു എന്താ കൊണ്ടിട്ടുണ്ടാവും. എന്തിനാ ഈ ട്രിക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത്? ഇപ്പൊ IAS ഒന്നല്ലല്ലോ, സിവിൽ സർവീസ് അല്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലാവൂല. കാരണം അത് അത്രക്ക് സിമ്പിൾ ആണ്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ലേശം ഒന്ന് വട്ടം കറക്കി പിടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ്. ശരിയാണ്. എല്ലാരും നമ്മളെ മാതിരിയല്ലല്ലോ, നല്ല ആൾക്കാരാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ 10 മണിക്ക് കഴിഞ്ഞു തോന്നുന്നു നാട്ടില് അല്ലേ? 10 മണി കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് നിർത്താം. ബാക്കിയുള്ളത് അടുത്ത ആഴ്ച പറയാം. ഈ റിവിഷൻ നല്ല ഹെൽപ്ഫുൾ ആണ് ഉസ്താദ്. റിവിഷൻ നമുക്ക് തുടരണം. ഞാൻ റിവിഷൻ എനിക്ക് വരുന്ന എല്ലാ ദിവസവും ഉണ്ടാവും. പരീക്ഷന്റെ തലേന്ന് വരെ ഉണ്ടാവും. ചോദ്യങ്ങളും ചോദിക്കണേ. നാളെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്. ചോദ്യം അതായത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളൊരു മോഡൽ എക്സാം നടത്താം. ഇപ്പൊ കൊറേ ചോദ്യം ഞാൻ ചോദിച്ചില്ലേ? മോഡൽ എക്സാം നടത്താം. ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ കൊറേ ചോദ്യം ഞങ്ങളോട് ചോദിച്ചില്ലേ? അതേപോലെ തന്നെയാണ് വരിക. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത നമ്മളെ ക്ലാസ്സിന്റെ ദിവസം കുറച്ച് ചോദ്യം തന്നെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആണ്. അതിന്റെ ഇടയിലൊരു ക്വസ്റ്റ്യൻസ് ഇട്ടൂടെ? ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. അല്ല, അത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രയാസപ്പെടാനുള്ള ഒരു ഇതൊന്നും ഇല്ല. സിമ്പിൾ ആണ്. പിന്നെ അത് നിങ്ങൾക്ക് അയച്ചു തരും. ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ തരും. അതൊന്നും ബേജാറാണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, ഒക്കെ തരും. അപ്പൊ ഇന്ന് നമുക്ക് അപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ പഠിതാവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആള് പിന്നെ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറെ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പൊ കേട്ടത്. അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെയും നമ്മളുടെ നമ്മൾ നസീർക്കാക്ക് അറിയാൻ മതി. നസീർ സാഹിബ് നമ്മളെ കൂടെ വന്നിരുന്ന നസീർ സാഹിബിന്റെ സഹോദരിക്ക് ക്യാൻസറാണ്. അവരും ക്യാൻസറായിട്ട് ഇപ്പൊ അതിന്റെ ഒരു ഇതിലാണ്, കീമോ ചെയ്ത് നടക്കാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസുഖവും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ ഖുർആൻ പഠിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു ഖൈറാക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ ജമാഅത്ത് കിട്ടും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.